എന്നും നിങ്ങളുടെ സെയിൽസ് ടീം അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കസ്റ്റമേഴ്സിന്റെ റിജക്ഷനാണ്. 5 നോകൾക്ക് കൃത്യമായിട്ടും ആൻസർ ചെയ്യാൻ നിങ്ങളുടെ സെയിൽസ് ടീം കേപ്പബിൾ ആയാൽ മാത്രമാണ് നിങ്ങളുടെ സെയിൽസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. നോ നീഡ്, ഇപ്പോൾ ആവശ്യമില്ല, ഞാൻ പിന്നെ എടുത്തോളാം. നോ ഡിസയർ, ഞാനൊന്ന് കൂടി ആലോചിക്കട്ടെ. നോ അർജൻസി, എനിക്ക് ഇപ്പോൾ ആവശ്യമില്ല, ഞാൻ പിന്നെ എടുത്തോളാം. നോ ക്യാഷ്, ഇപ്പോൾ എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല, ഞാൻ പിന്നെ എടുത്തോളാം. നോ ട്രസ്റ്റ്, അയാൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റിൽ ട്രസ്റ്റ് ഇല്ല. കസ്റ്റമേഴ്സ് തരുന്ന ഈ 5 പ്രധാനപ്പെട്ട നോകളെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ നിങ്ങളുടെ ഓരോ സെയിൽസ് ടീമിനും കേപ്പബിലിറ്റി ഉണ്ടായിരിക്കണം. ഈ 5 നോക്കും കൃത്യമായിട്ടും ആൻസർ പറയണമെങ്കിൽ നിങ്ങളുടെ സെയിൽസ് ടീം കോച്ചബിൾ ആയിരിക്കണം. നിങ്ങളുടെ ബിസിനസ്സിൽ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലും ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലും റൈറ്റ് പേഴ്സണെ നിങ്ങൾക്ക് ഹയർ ചെയ്യണമെങ്കിൽ GWC പ്രിൻസിപ്പിൾ നോക്കിയാൽ മാത്രമാണ് അവരെ നിങ്ങൾക്ക് അതാത് പോസ്റ്റിലേക്ക് അപ്പോയിന്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ബിസിനസ് ആക്കി നിങ്ങളുടെ ബിസിനസ്സിനെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റുകയുള്ളൂ. അവർക്ക് നമ്മൾ അലോട്ട് ചെയ്ത് കൊടുക്കുന്ന റോൾസും റെസ്പോൺസിബിലിറ്റീസും അവരുടെ ടാസ്കുകളും അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനും അത് വളരെ ഡെഡിക്കേഷനോടുകൂടി നിങ്ങളുടെ ബിസിനസ്സിൽ അവർക്കത് ചെയ്യാനും പറ്റണം എന്നുള്ളതാണ്. 100% സത്യസന്ധമായി അവർ ഇഷ്ടപ്പെടുന്ന ജോലിയായിരിക്കണം നമ്മൾ അവരിലേക്ക് ഏൽപ്പിക്കപ്പെടുന്ന പൊസിഷൻ. ബാക്കിൽ നിന്ന് പുഷ് ചെയ്യാൻ ഒരാളില്ലെങ്കിൽ പോലും അവരുടെ വർക്ക് അവർക്ക് കൃത്യമായിട്ടും ചെയ്യാൻ പറ്റണം. അവർ സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കണം. അവരവരുടെ ജോലിയിൽ എക്സൈറ്റഡ് ആയിരിക്കണം. അവരുടെ സ്കില്ലും അവരുടെ ടൈമും അവരുടെ മെൻ്റൽ എബിലിറ്റിയും 100% അവരുടെ ജോലിയിലേക്ക് 100% മാറ്റിവെക്കാൻ അവർക്ക് പറ്റണം. ഇങ്ങനെയുള്ള നല്ല ടീമിനെ നിങ്ങൾക്ക് ഹയർ ചെയ്യാനും അവരെ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും അവരെ നിങ്ങൾക്ക് കൃത്യമായിട്ടും അനലൈസ് ചെയ്യാനും പറ്റുന്ന ഒരു സിസ്റ്റം നിങ്ങളുടെ ബിസിനസ്സിൽ കൊണ്ടുവരാനും അത് പ്രാക്ടിക്കലി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റിയാൽ മാത്രമാണ് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ സെയിൽസും ഫിനാൻസും എല്ലാം പ്രോപ്പറായിട്ട് പോവുകയുള്ളൂ.